റൊമേനിയയുടെ കിഴക്ക് വശത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് ബിക്കാവു. ആ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശങ്ങളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനും 63 വയസ്സുകാരനായ വാസിലെ ഗോർജസ്. അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടുകാരോട് പറഞ്ഞു, ഒരു ചെറിയ ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്. കന്നാലി കച്ചവടക്കാരനായ വാസിലസ് ഇതിനു മുമ്പും പല ബിസിനസ് ട്രിപ്പുകൾക്കും ഇങ്ങനെ പോയിട്ടുണ്ട്. കന്നാലികളെ വിൽക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്ഥിരം പോകാറുള്ളത് പോലെ അങ്ങേര് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, കോട്ടൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങേര് തിരിച്ചു വന്നതേയില്ല. വീട്ടുകാർ പോലീസിൽ അറിയിച്ചു. പോലീസ് ആ ഗ്രാമം മുഴുവൻ അരിച്ചു പെറുക്കി, നഗരം അരിച്ചു പെറുക്കി, ജോർജിയ എന്ന രാജ്യം മുഴുവൻ അന്വേഷിച്ചു, അയൽ രാജ്യങ്ങളിൽ വരെ പോയി മുങ്ങിത്തപ്പി. വാസിലെ ഇല്ലാത്ത 30 വർഷങ്ങളിലൂടെ അയാളും ആ ഗ്രാമവാസികളും കടന്നുപോയി. ഇതിനിടയിൽ എപ്പോഴോ വാസിലെ ഗോർജസിന്റെ കുടുംബം അവരുടെ കുടുംബ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. 30 വർഷങ്ങൾക്ക് ശേഷം 2021 ഓഗസ്റ്റ് 29 ഒരു കാർ വാസിലെ ഗോർജസിന്റെ കുടുംബ വീട്ടിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ഒരു വൃദ്ധൻ പുറത്തേക്ക് ഇറങ്ങി. വൃദ്ധൻ പുറത്തിറങ്ങിയ ഉടനെ ആ കാർ പെട്ടെന്ന് ഓടിച്ചുപോയി. അത് അപ്രത്യക്ഷമായി. 30 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വാസിലെ ഗോർജസ് ആയിരുന്നു ആ വൃദ്ധൻ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയ അതേ വീട്ടിന് മുന്നിൽ 30 വർഷം മുൻപ് അവസാനമായി കാണാതാവുമ്പോൾ ഇട്ട അതേ സ്യൂട്ടുമിട്ട് ആ വൃദ്ധൻ വന്നു കയറി. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 30 വർഷം മുമ്പ് അയാളെ കാണാതാവുന്ന അന്ന് അദ്ദേഹം എടുത്ത ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഭദ്രമായി ഉണ്ടായിരുന്നു എന്നതാണ്. ഗ്രാമവാസികൾ അന്തം വിട്ടു. അവരുടെ കിളി പാറി. ഒരു അത്ഭുത ജീവിയെ കാണുന്നത് പോലെ ആ ഗ്രാമവാസികൾ ഗോർജസിനെ നോക്കി. സംഗതി രാജ്യം മുഴുവൻ പടർന്നു. ആ കാറിനെ പിന്നീട് ഒരിക്കലും ലൊക്കേറ്റ് ചെയ്യാൻ പോലീസുകാർ കഴിഞ്ഞില്ല. വാസിലെ ഗോർജസിനെ പിന്നീട് അവിടുത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ചെക്കപ്പിന് വേണ്ടി വിധേയമാക്കി. ഒരു ഫുൾ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ തന്നെ വാസിലെ ഗോർജസിന് വേണ്ടി അവർ ചെയ്തു. വാർദ്ധക്യ സഹജമായ ചില ബുദ്ധിമുട്ടുകളല്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ സാക്ഷ്യം പറഞ്ഞു. അയാൾക്ക് അയാളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തമായി ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ 30 വർഷം താൻ എന്തു ചെയ്യുകയായിരുന്നു, താൻ എങ്ങോട്ടേക്കാണ് പോയത്, ആരാണ് തന്നെ കൊണ്ടുപോയത്, ഓർമ്മയില്ല. ആ 30 വർഷങ്ങൾ അയാളുടെ തലച്ചോറിൽ നിന്നും ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. പല വിധത്തിൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ആരാണ് അദ്ദേഹത്തെ ആ വീട്ടിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തത് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല.